കോട്ടയത്ത് സമയത്തെ ചൊല്ലി തമ്മിലടിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. കോട്ടയം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ, ജോർജ് കുട്ടി ബസ്സുകളിലെ ജീവനക്കാരാണ് ഏറ്റുമുട്ടിയത്. ആവേ മരിയ ബസിന്റെ ഡ്രൈവർ രഞ്ജിത്തിന് തലയ്ക്ക് പരിക്കേറ്റു. രാവിലെ കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം കോതനല്ലൂരിലായിരുന്നു അടിപിടിയുണ്ടായത്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഈ പ്രൈവറ്റ് ബസ്സുകൾ സമയക്രമത്തിന്റെ പേരിൽ നടുറോട്ടിൽ തല്ലുകൂട്ടുന്നത് നിരന്തര സംഭവമാണ്. എത്രയായിട്ടും അത് അവസാനിക്കുന്നുമില്ല. ഈ വലിയ സംഘർഷമാണോ ഉണ്ടായത്? പരിക്ക് ഗുരുതരമാണോ ആളുകളുടെ? മാധു, ഇന്ന് രാവിലെയാണ് 9:00 കൂടിയാണ് ഇത്തരത്തിൽ കോതനല്ലൂർ ജംഗ്ഷനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ രണ്ട് വാഹനങ്ങളും എറണാകുളം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്നു. ഇത് ആദ്യം വന്നിരുന്നത് ആവേ മരിയ ബസ്സായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ജോർജ് കുട്ടി ബസ് വന്നിരുന്നത്. ഈ കോതനല്ലൂർ എത്തിയോടുകൂടി തന്നെ ഈ ജോർജ് കുട്ടി ബസ് ആവേ മരിയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയും തുടർന്ന് ഈ ആവേ മരിയയ്ക്ക് വട്ടം വെച്ച് നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഡ്രൈവറും മറ്റ് ജീവനക്കാരും ഇത്തരത്തിൽ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയും ആവേ മരിയ ബസ്സിലെ ജീവനക്കാരുമായി പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനിടയിലാണ് ഇത്തരത്തിൽ ജോർജ് കുട്ടി ബസ്സിലെ ജീവനക്കാരുടെ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഈ ആവേ മരിയ ബസിന്റെ ഡ്രൈവറായിട്ടുള്ള രഞ്ജിത്തിന്റെ തലയ്ക്ക് അടിക്കുന്നത്. തലയ്ക്ക് 5 സ്റ്റിച്ചുകളാണ് നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവത്തിൽ എന്തായാലും ഈ ബസ്സുടമ ആവേ മരിയ ബസ്സുടമയും മറ്റുള്ളവരും എന്തായാലും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ പരാതിക്ക് അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് സമയത്തെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ ഇവരെ പോകുന്ന ഈ ചെറിയ 1, 2, 3 മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ബസ്സിൽ ഓടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സമയത്തെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കമാണ് ഇത്ര വലിയ തർക്കത്തിൽ കലാശിച്ചത്. നറു റോഡിലാണ് ഇത്തരത്തിൽ ഒരു വണ്ടിക്കും ബസ്സിന് മുകളിൽ മറ്റൊരു ബസ് വട്ടം വെച്ചുകൊണ്ട് നടു റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ ജീവനക്കാർ പരസ്പരം ഏറ്റുമുട്ടുന്നതും അതിൽ ഒരാളുടെ തലയ്ക്ക് 5 സ്റ്റിച്ചുകൾ ഉൾപ്പെടുന്ന തരത്തിൽ ഒരു ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. മാധു, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത്രമേൽ വ്യക്തമല്ല. ബസ്സിന് പിന്നിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. പക്ഷേ നടുറോഡിൽ തല്ലുകൂടുന്ന ദൃശ്യം വളരെ വ്യക്തമായി കാണാം. 2 വാഹനങ്ങൾ സമയം ക്രമം തെറ്റിച്ചു. അപ്പോൾ സ്വാഭാവികമായും മുന്നിൽ വരുന്ന വാഹനത്തിൽ കയറിയതിനു ശേഷം പിന്നിൽ വരുന്ന വാഹനത്തിൽ കയറാൻ ആരും ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കാം ആ സംഘർഷത്തിന് കാരണം. പക്ഷേ ഇതൊരു നിരന്തര പ്രശ്നമായി മാറുകയാണ്. ഇതിൽ ഇടപെടൽ വേണ്ടതാണ് എന്നുള്ളതാണ്. എവിടെയൊക്കെയാണ്? കോഴിക്കോടൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും എന്നതുപോലെ ഈ സമയക്രമത്തെ ചൊല്ലി പ്രൈവറ്റ് ബസ്സുകളുടെ ജീവനക്കാർ തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.